ഹായ് ഹലോ എല്ലാവർക്കും നമ്മളുടെ പുതിയ ബ്ലോഗിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകണമെന്ന് വെച്ചാൽ അതിനു മുമ്പ് എല്ലാവരും ചോദിച്ചു എന്താണ് ഹെയർ സ്റ്റൈല്. ഇത് നമ്മുടെ ബ്ലോഗിൽ ഇന്നുള്ളത് രണ്ടാളുകളാണ്. ഒന്ന് ഫിനിക്സിൻ്റെ എല്ലാമെല്ലാമായ ജാബിർ സർ, രണ്ട് നമ്മുടെ എല്ലാമെല്ലാമായ അന്നോൻ ഗ്രഫി. ഹായ്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ശരിക്കും നമ്മളുടെ സ്റ്റുഡിയോൻ്റെ അപ്ഡേഷൻസ് ആണ്. ഇന്ന് ജൂലൈ 3 ജൂലൈ 17 നമ്മളുടെ സ്റ്റുഡിയോൻ്റെ ഇനാഗ്രേഷൻ. അപ്പോൾ അതിനു മുമ്പ് നിലവിലെ എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ് എന്നുള്ളത് ജസ്റ്റ് ഒന്ന് പറയാം. നമ്മളുടെ പണികൾ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാം. നമ്മൾ അതിലേക്ക് വരുന്നതിന് മുമ്പ് എല്ലാവരും ചോദിച്ചു എന്താണ് മുടി ഇങ്ങനെ വെട്ടിയിട്ടുള്ളത് എന്ന്. നമ്മളൊരു ചേഞ്ച് ആഗ്രഹിച്ച് വെട്ടിയതാണ്. എന്താണ് മുടിനെ കുറിച്ച് പറയാനുള്ളത്? ആദ്യം ആരാണ് ചോദിച്ചത്? കുറേ ആൾക്കാർ ചോദിച്ചു, കുറേ ആരാധികമാർ ചോദിച്ചു. ആരാധികമാരില്ലല്ലോ ചോദിച്ചു. അപ്പോൾ അതിന് മുമ്പ് ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഒസാക്കോ എന്ന് പറഞ്ഞ കമ്പനിയിൽ നിന്ന് ഈ ഫോൺ ചാർജ് ചെയ്യണം, അതായത് കാറിൽ ഫോൺ ചാർജ് ചെയ്യുന്ന ഒരു സാധനം വാങ്ങിയിരുന്നു. ഇത് അടിപൊളി എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് അടിപൊളിയാണ്, ഫാസ്റ്റ് ചാർജറാണ്. ഞാൻ അതിന് മുമ്പ് ഇത് 3ാമത്തേതാണ്. നല്ല ഫാസ്റ്റ് ചാർജിങ് ആണ്. അതിൻ്റെ കൂടെ ഞാൻ ഈ ബോക്സ് അടക്കം വീഡിയോ ചെയ്യാൻ ഞാൻ ചോദിച്ച് വാങ്ങിയതിൻ്റെ കാരണം കുറച്ചും കൂടെ ഒഫീഷ്യലായിട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ടാണ്. ഇതിൽ 1x ഇട്ടോ 1x പ്രൊഡക്റ്റ്. ഓക്കെ, ഇതിൽ മാഗ്നറ്റ് വരുന്നതുകൊണ്ട് തന്നെ ശരിക്കും ഇത് അടിപൊളിയായിട്ട് ഇവിടെ നിൽക്കും, അലമ്പില്ല. പിന്നെ ഇത് ലൈറ്റൊക്കെ കത്തും പരിപാടികളൊക്കെ ആയിട്ട് വഴിയിലിട്ടോ. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ ഞാൻ ഇൻഷാല്ലാ വീഡിയോയിൽ കാണിക്കാം. ഒസാക്കോൻ്റെ പ്രൊഡക്റ്റ് അടിപൊളിയാട്ടോ, ഞാൻ യൂസ് ചെയ്തുകൊണ്ട് പറയണേ അടിപൊളിയാണ്. അത്യാവശ്യം ഫാസ്റ്റ് ചാർജിങ് ഉണ്ട്. രണ്ടിനും 2 ടൈപ്പ്, 2 വോൾട്ടോ. ഇപ്പോൾ ഐഫോണിൻ്റെ ആണെങ്കിൽ 27 വോൾട്ടും സി ടൈപ്പ് ആണെങ്കിൽ 60 വോൾട്ടും. അടിപൊളി പ്രൊഡക്റ്റാണ്. അപ്പോൾ ഇനി നമുക്ക് സ്റ്റുഡിയോൻ്റെ അകത്തേക്ക് പോവാം അല്ലേ? എന്തെങ്കിലും സംസാരിക്കും. സ്റ്റുഡിയോൻ്റെ പേരാണ് SS സ്റ്റുഡിയോ. യെസ് ഗൈസ്. അപ്പോൾ പുറത്ത് വേറെ ആൾക്കാർ, നമ്മളിപ്പോൾ വളരെ അടിപൊളിയായിട്ടുള്ള വെള്ളിയാഴ്ച ദിവസം ജുമ കഴിഞ്ഞ ഉടനെ ഇങ്ങനെ വന്നിട്ട് നേരെ സ്റ്റുഡിയോൻ്റെ അപ്ഡേഷൻസ് നമ്മുടെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കാന്നുള്ള വിചാരത്തിൽ നമുക്കാണെങ്കിൽ നിരന്തരം ബ്ലോഗ് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. നിരന്തരം ബ്ലോഗ് ചെയ്യാൻ പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ ഈ പണിത്തിരക്ക് കാരണം പതിവ്. അല്ലല്ല, ഡെയിലി പ്ലാൻ ചെയ്യും, അങ്ങനെ റീലില്ല. സെക്കൻഡ് വയറിലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, നേരെ ബ്ലോഗിലേക്ക് കിടക്കാണ്, സ്റ്റുഡിയോയിലേക്ക് കിടക്കാണ്. എല്ലാവരും വരും. ആദ്യം നമ്മൾ 1-2 പ്രേക്ഷകരെ, നമ്മളെ സബ്സ്ക്രൈബർ അല്ലേ, സബ്സ്ക്രൈബർ ആണ് നമ്മളുടെ. എന്താണ് 2 വാക്ക് നമ്മളുടെ ചാനൽ ബ്ലോഗ് ലാസ്റ്റ് ചെയ്ത് ബ്ലോഗ് കണ്ടത്? നമ്മൾ SBന്റെ വീട്ടിൽ പോയിട്ട് പടക്കം പൊട്ടിക്കുന്ന ബ്ലോഗ് കണ്ടതാണ്. എന്താ നമ്മളെ ബ്ലോഗിനെ കുറിച്ച് എന്താ അഭിപ്രായം? നമ്മളെ ക്യാമറമാൻ്റെ അനിയൻ തന്നെയാണ്. അപ്പൊ ക്യാമറമാനെ കുറിച്ച് എന്താ അഭിപ്രായം? അനിയനായിട്ട് ഡെയിലി വീഡിയോ കോൾ ചെയ്യും. വേറെ ആളുകളുണ്ട്. ഇപ്പൊ നമ്മളെ നാട്ടുകാരനാട്ടോ, സാവി മുട്ടി പിടിച്ചു. നമ്മളെ നാട്ടുകാരനാ. എന്റെ വീട് എവിടെ? ചെറുകുന്ന. നമ്മളെ അയൽവാസിയാ. അപ്പൊ നമുക്ക് നേരെ സ്റ്റുഡിയോയിലേക്ക് കിടക്കാം. നമ്മളുടെ ഓഫീസിന്റെ ലൊക്കാലിറ്റി ശരിക്കും വരുന്നത് മാണൂര് ബസ് സ്റ്റോപ്പ്, മാണൂര് ജുമാപള്ളി, മാണൂര് സ്റ്റുഡിയോ, SS സ്റ്റുഡിയോ. നമ്മളെ മെയിൻ ടൗണിൽ തന്നെയാണ് നമ്മളെ ലൊക്കേഷൻ ഉണ്ട്. നമ്മൾ ഞാൻ പറഞ്ഞു വെള്ളിയാഴ്ച കാക്കമാരൊക്കെ അതാകുന്ന പള്ളിക്കന്ന് വരുന്നൊരു ടൈമാണ്. അപ്പോൾ നമ്മളിവിടെ എല്ലാവരും ഉണ്ട്, ചെക്കന്മാരെല്ലാവരും കാണിക്കും, എല്ലാവരും ഉണ്ട്. നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കിടക്കുകയാണ്. അതിന് മുമ്പായിട്ട് നമ്മളിവിടെ ഫുൾ കൂളിങ് ചെയ്തിരിക്കണ്. ഈ ഫുൾ കൂളിങ് ചെയ്തത് നിങ്ങൾ ഫ്രെയിം കയറി കമോൺ JB കമോൺ വാ. ഫുൾ കൂളിങ് ചെയ്തിരിക്കണത് നമ്മളുടെ എൻ്റെ ഫ്രണ്ട് ഉണ്ട് നിമൽ എന്ന് പറയും, നിമലിന്റെ അച്ഛൻ. ഇവിടെ പൊന്മള തന്നെ സിക്രട്ടുള്ള ബാബുട്ടൻ. ബാബുട്ടനാണ് നമ്മൾ. നല്ല വർക്കാണ്. ഇന്ന് വിളിച്ചാൽ നാളെ വരും, നാളെ വിളിച്ചാൽ മറ്റന്നാളെ വരും. ഇന്ന് വരില്ല, പെട്ടെന്ന് വിളിക്കാം. യെസ് കമോൺ. ദിസ് ഈസ് അവർ SS സ്റ്റുഡിയോ. ലൈറ്റ് അവിടെ വരും. കമോൺ കടന്നു വരൂ. ഓക്കെ, നമ്മൾ ചാവി ഇവിടെ വെക്കട്ടോ. ആൻഡ് ഇതാണ് നമ്മളുടെ ഒരു ആളുകൾ ഫസ്റ്റ് കയറി വരുന്ന സ്ഥലത്തേക്കാരം. ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് വാൾപേപ്പറാണ്. ഇതിങ്ങനെ ഡോർ ഇങ്ങനെ ക്ലോസ് ചെയ്താലും ഇതൊക്കെ ഇങ്ങനെ കാണുമ്പോൾ ഒരു പ്രൊഫഷണൽ ലുക്ക് നമുക്ക് ഫീൽ ചെയ്യണ്ടേ? നമുക്ക് ഉദ്ദേശം നമുക്ക് കിട്ടിയേ. ഇവിടെ ഇൻഷാല്ലാ ഇവിടെ SS സ്റ്റുഡിയോയുടെ ലോഗോ കാര്യങ്ങളൊക്കെ വരും. ഫർണിച്ചേഴ്സ് വരാണ്ട്. ഓക്കെ, അങ്ങനെ ഇനി നമ്മുടെ പ്രധാന ഏരിയയിലേക്കാണ് ഇനി നമ്മൾ കടന്നു പോകുന്നത്.
ഇവിടെ നമ്മൾ എല്ലാ വർക്കും നടക്കാൻ പോകണം കേട്ടോ. അതായത് ഇവിടെ ഇത് നമ്മുടെ കളിക്കളം, ഇനി പണിപ്പുര. അത് പറ്റും. അപ്പൊ ഇവിടുന്ന് ബൂട്ട് കെട്ടും, അവിടെ പോയി കളിക്കും. അതാണ് വാക്കം മുടങ്ങുമ്പോൾ ഇത് ഫസ്റ്റ് ഡോറ്. ഇതിങ്ങനെ ഓപ്പൺ ചെയ്താല് ഇവിടെ നമ്മുടെ MD ആയിട്ടുള്ള അല്ലെങ്കിൽ നമ്മുടെ ഒഫീഷ്യൽസിനുള്ള ഫ്ലാഷ് അടിക്കേണ്ടി വരും. ഒഫീഷ്യൽസിനുള്ള ലൈറ്റ് ഉണ്ടാവും. ഒഫീഷ്യൽസിനുള്ള ഒരു ഏരിയയാണ് അവിടെ വരുന്നത്. ആൻഡ് ദിസ് ഈസ് അവർ സ്റ്റുഡിയോ. യാ, പണി നടന്നുകൊണ്ട് അല്ല ഇത് പിന്നെ നമ്മുടെ ഞാനിപ്പോ നിലവിൽ രാവിലെ കുറച്ച് വർക്ക് ഉണ്ടായിരുന്നു, അത് ചെയ്യായിരുന്നു. അപ്പൊ അതുകൊണ്ട് അത് നോക്കണ്ട. ഇവിടെയാണ് പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മള് പോഡ്കാസ്റ്റ് കാര്യങ്ങളൊക്കെ പരിപാടികളൊക്കെ ഇവിടെ കയറി നടക്കാം. 1, 2 സോഫ ഇട്ട് അങ്ങനെ ചെയ്യാം. ഇനി അല്ലാതെ ഒക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഓക്കെ. ആൻഡ് ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോന്റെ സ്പേസ്. ഇതിൽ CCTV വെച്ച് തന്നത് നമ്മുടെ ആബിദ് കോട്ടക്കൽ. ആബിദിക്ക സ്കൂളിൽ നിന്നുള്ള പരിചയമാണ്. ആബിദിക്ക CCTV വെച്ചെന്നു. ഇത് അത് എടുത്തു പറയേണ്ടതാണ്. അധികം പരിചയക്കാർ വഴി നമ്മൾ എല്ലാവർക്കും നമ്മളുടെ എല്ലാവർക്കും നമ്മളെ പരിചയക്കാരാണ്. ഇപ്പൊ ഈ ഇലക്ട്രിക് വർക്കൊക്കെ എന്റെ ആപ്പാന്റെ ഷോപ്പുണ്ട്, ഉപ്പാന്റെ ഷോപ്പുണ്ട്, ഷെഫ്ക ഇലക്ട്രോണിക്സ് പ്രൊമോഷൻ ചെയ്യാനല്ലേ, അത് നടക്കൂല. ഫാമിലി പ്രൊമോഷൻ ആണ് നമ്മളുടെ ഇലക്ട്രോണിക് വർക്കുകളൊക്കെ കഴിഞ്ഞത്. പിന്നെ ഈ കാർപ്പറ്റ് ഇതൊക്കെ നമ്മളുടെ അറിയണ ഈ ഈ 2 ഡോറും അതിന്റെ പരിപാടികളും ചെയ്തത്. പാർട്ടിഷൻ ചെയ്തത് എന്റെ ഫ്രണ്ട് ഉണ്ട്, ജസീൽ എന്ന് പറയും. ജസീലിന്റെ ഉപ്പയാണ് അത് ഈ പാർട്ടിഷൻ ചെയ്തത്. നല്ല വൃത്തിക്ക് ചെയ്തിട്ടുണ്ട്. എല്ലാവർക്കും ഇതുവരെ ചെയ്തവരൊക്കെ നല്ല മാഷാ നല്ല വൃത്തിക്ക് ചെയ്തിരുന്നു. അല്ല, നമ്മള് പുറത്തേക്ക് വെറുതെ കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. നമ്മളെ എല്ലാത്തിനും നമ്മളെ ആൾക്കാരുണ്ട്. അതാണ് മെയിൻ. നമ്മളിൽ ആൾക്കാരുണ്ട്. അപ്പോ പാർട്ടിഷൻ ചെയ്തത് അങ്ങനെ തന്നെ അല്ല. ഫസ്റ്റ് സ്റ്റെപ്പ് മുതല് ഈ ബിൽഡിങ്ങും നമ്മളുടെ അറിയണ ഒരിതാണ്. അങ്ങനെ പാർട്ടിഷൻ ചെയ്തു. ബിൽഡിംഗ് വേറെ നോക്കിയിരുന്നു, കിട്ടാണ്ടായിരുന്നു. പക്ഷെ നമ്മൾ ഇത് മതി എന്ന് പറഞ്ഞു അല്ലേ. മറ്റേ ബിൽഡിംഗ് വേറെ നമുക്ക് പിന്നെ പറയാം. ഭാവി നമുക്ക് എത്തിച്ചേരട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. അങ്ങനല്ലേ, നമുക്കത് പല രീതിക്ക് കിട്ടാൻ വഴിയുണ്ട്. വേറെ പല വഴിക്കും നമുക്ക് അതവിടെ എത്തിപ്പെടും. നനച്ച് വണ്ടി കിട്ടിയില്ലെങ്കിലും അല്ല അങ്ങനെയൊരു അല്ല അങ്ങനല്ല. സ്വന്തം ആവണം എന്ന് കരുതിയതേ നമ്മളൊരു പറത്തി വിടാറില്ലേ, പിന്നെ കൈക്ക് വരും. വിഷയമല്ല, നമ്മള് സ്റ്റുഡിയോ പരിചയപ്പെടും. അപ്പൊ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ സ്പേസ്. അപ്പോ പിന്നെ ഇത് വിചാരിച്ചിട്ട് ഇത്ര സാധനം ഉള്ളൂ എന്ന് വിചാരിക്കണ്ട. എക്യുപ്മെന്റ്സ് മുഴുവനായിട്ട് വന്നോണ്ടിരിക്കണുള്ളൂ, പണി നടന്നോണ്ടിരിക്കാണ് പറഞ്ഞല്ലോ. അപ്പോ ഇത് ഒരുപാട് സാധനങ്ങൾ വരാനുണ്ട്. ഇത് ജസ്റ്റ് ഞങ്ങള് ലൈറ്റിങ് കാര്യങ്ങൾ നോക്കാൻ വേണ്ടിട്ട് കൊണ്ടുവന്ന് വെച്ചതാണ്. ഇനി നാളെ കുറച്ച് എയർ കണ്ടീഷനും കുറച്ച് ഫർണിച്ചേഴ്സ് നാളെ കയറും. പിന്നെ കുറച്ച് പരിപാടികളൊക്കെ കയറുന്നുണ്ട് ഇൻഷാല്ലാ. ആൻഡ് ഞാൻ ഒരു ഓഡിയൻസിനോട് ചോദിക്കാണ്, ഇത് നമ്മളെ വലിയ ഫാനാട്ടോ. നല്ല ഭംഗിയുള്ള ചിരിയാട്ടോ, എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എന്തിനാ കാണിക്കണേ, നല്ല രസമുണ്ട്. എന്റെ അമ്മ ടീച്ചറാണ്. എന്റെ നല്ല സെറ്റപ്പാണ്, ചക്കൻ അടിപൊളിയാണ്. അതെ, പിടിച്ചോ, സംസാരിക്ക്. പാട്ട് പാടും. നമ്മള് പാടൂല. ഞാൻ 5 വരെ എണ്ണുമ്പോഴത്തേക്കും പാടും കേട്ടോ. പാടും. എനിക്ക് ആണ് ട്യൂഷൻ ഒട്ടിച്ചിരുന്ന് നമ്മൾ ഇനാഗുറേഷൻ 17-ാം തീയതി പറഞ്ഞിട്ട്. അപ്പൊ എനിക്ക് അറിയായിരുന്നല്ലോ. അപ്പൊ ഇങ്ങനെ സ്റ്റുഡിയോ ഒക്കെ കണ്ടപ്പോ എന്താ തോന്നുന്നത്? എന്തും പറയാം. എന്തെങ്കിലും കുറവുണ്ടോ, എന്തെങ്കിലും എന്താ നാട്ടിൽ തന്നെയാണ് പരിപാടി. അവിടെ നമ്മള് CCTV കാണലുണ്ട് രാവിലെ എഴുതി കൂടെ പോണൊക്കെ. അത് കാണുമ്പോ ഒരു സുഖമാണ്. എന്തെങ്കിലും ഒന്ന് പറയാണ്ടോ? എന്റെ നാട്ടുകാരനുണ്ട്, വാ ഒരു 2 വാക്ക് പറയും. എന്താ പറയാനുള്ളൂ? ഇവരടാ ഇവരൊക്കെ എന്താ വെച്ചാല് ഞാന് ക്യാമറക്ക് പിന്നിൽ ഇതാണ് എന്റെ അനിയൻ. ഓക്കെ, അത് കേട്ടില്ല. അസ്ജദ്. എന്താണ് അസ്ജദിനും മിൻഹാലിനും നമ്മളെ സ്റ്റുഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? മാത്രമേ ഉള്ളൂ. ഇതാണ് ഞങ്ങൾക്ക് വേണ്ടത്. അമേസിംഗ്. ഓക്കെ, എന്തായാലും താങ്ക് യു. നമ്മളെ എന്തെങ്കിലും പുതിയതായിട്ട് ഇവിടെ വരുത്തണം എന്ന് തോന്നുന്നുണ്ടോ? നമ്മള് ഫുൾ പരിപാടി കഴിയാത്തോണ്ടാണ് തോന്നുന്നത്. അതിലത്ര കേട്ടിട്ടുണ്ടാവൂല. ഒക്കെ ഉണ്ടല്ലോ, ഇനി എന്താന്നാ ചോദിച്ചത്. പിന്നെ ഇനി പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഒന്നുകൂടെ കാണിക്കാം. അപ്പൊ നിങ്ങളെ അഭിപ്രായം ഞങ്ങൾക്ക് വേണം അല്ലേ? നമ്മളും കൂടെ ഉണ്ടായതുകൊണ്ട് അതെ, നമ്മുടെ ബ്ലോഗിൽ അതിഥിയായി വന്നതിന് നന്ദി. നന്ദി. അപ്പൊ ഇതാണ് നമ്മളെ പരിപാടി.
അത് മുഴുവൻ കഴിഞ്ഞിട്ടില്ല ആക്ച്വലി. അത് വീണ്ടും വീണ്ടും പറയാണ്. കുറെ ആൾക്കാർ ചോദിച്ചു എന്താണ്, എപ്പോഴാണ് പരിപാടി, എന്താണ് സ്റ്റുഡിയോന്റെ പരിപാടി, എപ്പോഴാണ് കഴിയാന്നൊക്കെ, പുതിയ വീഡിയോസ് വരുന്നില്ലല്ലോ എന്നൊക്കെ. അപ്പൊ ഒന്നാമത് ഇതിന്റെ ഒരു വർക്കിലായിരുന്നു. അത് ശരിക്കും വല്ലാത്തൊരു സംഭവമാണ്. നമ്മളുടെ ഒരു ഡ്രീമാണ് അച്ചീവ് ചെയ്യുന്നത്. അപ്പൊ നമ്മള് സ്റ്റുഡിയോന്റെ സ്റ്റോറി നമുക്ക് വേറെ ദിവസം പറയാം. അത് ഫുള്ളായിട്ട് പറയാണ്ട്. അപ്പൊ അതിൻ്റെതായിട്ടുള്ള തിരക്കുകളിലായിരുന്നു. ഞാൻ ജേബിനോട് ചോദിക്കാണ്, ജേബി എങ്ങനെയുണ്ട് സത്യം പറഞ്ഞാൽ പരിപാടി? സത്യം പറഞ്ഞാൽ അടിപൊളിയായിട്ടുണ്ട്. ഞാൻ ഓരോ ദിവസം ഇതിന്റെ അപ്ഡേഷൻ എങ്ങനെ അറിയാറില്ല, നമ്മൾ നേരിട്ട് കാണലുണ്ട്. ഈ ഒരു സംരംഭം വൻ വിജയമാവട്ടെ ഇൻഷാ അല്ലാഹ്. അതെങ്ങനെ നേരിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇത്രത്തോളം ആയത് തന്നെ അൽഹംദുലില്ലാഹ് ഖൈർ. അപ്പൊ ഈ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഇനിയിപ്പോ ഒന്നും പറയാനില്ല സ്റ്റുഡിയോനെ പറ്റി. നമ്മുടെ ലൊക്കേഷൻ കറക്റ്റ് വരുന്നത് മാണൂരാണ്. ഒതുക്കുങ്ങലിന്റെയും പൊന്മുളന്റെ നടുവിൽ മാണൂര്, കോട്ടക്കലിൽ നിന്ന് മലപ്പുറം പോണ റോഡ് മാണൂരാണ് സ്റ്റുഡിയോ വരുന്നത്. ഇനി വേറെ പ്രശ്നമുണ്ട്. ഈ മലപ്പുറം ഭാഗത്ത് നിന്ന് അങ്ങോട്ട് പോയിട്ടുള്ള ആൾക്കാര് പലപ്പോഴും എന്നോട് ചോദിക്കലുണ്ട്, ഈ ഞാൻ എവിടെ നോക്കുമ്പോൾ മാണൂർ എന്ന് പറയുമ്പോൾ മാണൂർ എവിടെ, ഒതുക്കുങ്ങൽ. അപ്പൊ ഈ ഒതുക്കുങ്ങൽ എവിടെ? മലപ്പുറത്ത് നിന്ന് കോട്ടപ്പടിയിൽ നിന്ന് നേരെ കോട്ടക്കൽ റൂട്ടിനാണ് ഈ സ്ഥലം വരുന്നത്. അവിടെ ഒതുക്കുങ്ങൽ എത്തുന്നതിന് മുമ്പാണ് ഈ മാണൂര് ബസ് സ്റ്റോപ്പിന്റെ നേരെ ബാക്കിൽ. നമ്മളറിയാതെ ഒരു കുട്ടി ബസ് സ്റ്റോപ്പിൽ വരില്ല. CCTV നിരീക്ഷണത്തിലാണ്. ബസ് സ്റ്റോപ്പിന് തൊട്ട് ബാക്കിലാണ്. ശ്രദ്ധിക്കണം. ബസ് സ്റ്റോപ്പിന് തൊട്ട് ബാക്കിലാണ് നമ്മളെ സ്റ്റുഡിയോ വരുന്നത്. വേറെ കാര്യങ്ങളൊന്നും പറയാനല്ലോ. അപ്പൊ ഏറെക്കുറെ ഇതാണ് അപ്ഡേഷൻസ്. ഇൻഷാ അല്ലാഹ് എന്തെങ്കിലും വിട്ടു പോയിട്ടുണ്ടെങ്കിൽ കമന്റിൽ ചോദിക്കുകയാണെങ്കിൽ ഉടനെ നമ്മൾ ഇനി നിരന്തരമായി വ്ലോഗ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. പ്ലാനിങ് ഡെയിലി നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ആൻഡ് താങ്ക് യു. ഒരിക്കൽ കൂടെ കണ്ടെല്ലാവരോടും നന്ദി പറയാണ്. നമ്മളെ അതിഥികളായി ഈ വെള്ളിയാഴ്ച ദിവസവും തന്റെ തിരക്കുകൾ മാറ്റിവെച്ച് നമ്മുടെ വ്ളോഗിൽ ജോയിൻ ചെയ്ത എല്ലാവർക്കും എല്ലാവരുടെയും പേര് പറയുള്ളൂ. എന്റെ പേര് ഷാദിൻ. എന്റെ പേര് മിനഹാല്. മുഹമ്മദ് അലി. അപ്പോ എല്ലാവർക്കും നന്ദി. വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. ലൈക്ക് അടിച്ചോളൂ കേട്ടോ. ശരി, ടാറ്റ. സബ്സ്ക്രൈബ് മറക്കണ്ട. ടാറ്റ.